നമസ്കാരം, അംശുബയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. രാജ്യത്തെല്ലാവർക്കും താങ്ങാനാവുന്ന ലോകോത്തര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നത് സമൂഹത്തിന്റെ കൂട്ടായ ദൗത്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു മുംബൈയിൽ സംഘടിപ്പിച്ച ആരോഗ്യ പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. അതേസമയം 5 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വരുന്ന മറ്റ് ചികിത്സകൾക്കായി കോർപ്പറേറ്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. എല്ലാവർക്കും ലഭ്യമാകുന്ന താങ്ങാനാവുന്ന ലോകോത്തര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. മുംബൈയിലെ ലോക് ഭവനിൽ PD ഹിന്ദുജ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ജീവൻ രക്ഷിക്കലും ആരോഗ്യകരമായ ഭാരതം കെട്ടിപ്പടുക്കലും എന്ന പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. इस लक्ष्य की प्राप्ति में नागरिकों का स्वस्थ रहना एक बुनियादी आवश्यकता है. देशवासी सभी स्वस्थ रहेंगे जब उन्हें गुणवत्तापूर्ण स्वास्थ्य सेवाएं समय पर उपलब्ध. ആഗോള ആരോഗ്യ കേന്ദ്രമായി ഇന്ത്യ ഉയരുമെന്ന ആത്മവിശ്വാസവും രാഷ്ട്രപതി പ്രകടിപ്പിച്ചു. മികച്ച ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം സാമൂഹ്യ ഉത്തരവാദിത്വവും സ്വകാര്യ ആശുപത്രികളും മെഡിക്കൽ സ്ഥാപനങ്ങളും പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമഗ്രവും സുസ്ഥിരവുമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം നിർമ്മിക്കാൻ സർക്കാരും സ്വകാര്യ മേഖലയും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് രാഷ്ട്രപതി ഊന്നി പറഞ്ഞത്. मुझे बताया गया है कि इस अभियान का पहला आयाम है सेविंग लाइव्स. आपातकालीन चिकित्सा सुविधा की उपलब्धता जीवन बचाने के लिए महत्वपूर्ण है. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും 5 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വരുന്ന മറ്റ് ചികിത്സകൾക്കുമായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് യുദ്ധഭീഷണി ഇന്ത്യൻ വിപണിയെ ശക്തമായി ഉലച്ചു. US ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം നടത്തിയതോടെ ആഗോള സാമ്പത്തിക വിപണി തകർച്ചയിലേക്ക്. തുറമുഖ ലോജിസ്റ്റിക് ഓഹരികൾക്ക് കനത്ത തിരിച്ചടി. മിഡിൽ ഈസ്റ്റിലെ യുദ്ധമേഖല കനത്തതോടെ ഓഹരി വിപണിയും ശക്തമായ ഇടിവ് രേഖപ്പെടുത്തി. ഇറാനിലെ സൈനിക നടപടികളും പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും ആഗോള വിപണിയിൽ വലിയ ഭീതിയുണ്ടാക്കി. സംഘർഷം വിപുലമായ പ്രാദേശിക യുദ്ധമായി മാറുമെന്ന ആശങ്കയാണ് നിക്ഷേപകരെ കൂടുതൽ സുരക്ഷിതമായ നീക്കങ്ങളിലേക്ക് നയിച്ചത്. ഇന്ത്യൻ ലോജിസ്റ്റിക് ഓഹരികൾക്കാണ് വലിയ തിരിച്ചടിയായത്. ഡെലിവറി 10% വരെ ഇടിഞ്ഞപ്പോൾ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ഏകദേശം 7% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. വിപണി സൂചികകളും വലിയ സമ്മർദ്ദത്തിലായി. BSE സെൻസസ് 1.22% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചതും രൂപ ദുർബലമായതും ആശങ്ക വർദ്ധിപ്പിച്ചു. യുദ്ധമേഖങ്ങൾ നീങ്ങാതെ തുടരുകയാണെങ്കിൽ ഇത് വിപണിയിലെ ഒരു താൽക്കാലിക ഇടിവല്ല, കൂടുതൽ ആഴത്തിലുള്ള സാമ്പത്തിക തകർച്ചയുടെ തുടക്കമാകാമെന്ന മുന്നറിയിപ്പിലാണ് വിദഗ്ധർ. പശ്ചിമേഷ്യയിലെ സംഘർഷവും രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണവില കുതിപ്പും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായി. ഡോളറിനെതിരെ രൂപ ചരിത്രത്തിലാദ്യമായി 92 കടന്നതോടെ രാജ്യത്ത് പണപ്പെരുപ്പ ഭീഷണി. അതേസമയം IT, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങി കയറ്റുമതി മേഖലയ്ക്ക് സാഹചര്യം നേട്ടമാകും. ചരിത്രത്തിലാദ്യമായാണ് രൂപ ഡോളറിനെതിരെ 92 എന്ന നിലയിലെത്തുന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷവും ക്രൂഡ് ഓയിൽ വില വർധനവുമാണ് പ്രധാന കാരണം. ബുധനാഴ്ച രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ ഡോളറിന് 92.17 എന്ന നിലവാരത്തിലേക്കാണ് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയത്. ഇന്ത്യയുടെ ഊർജ്ജാവശ്യത്തിന്റെ 80% ഇറക്കുമതിയാണെന്നതിനാൽ എണ്ണവിലയിലെ ഉയർച്ച ഇറക്കുമതി ചെലവ് കുത്തനെ വർദ്ധിപ്പിക്കും. അസംസ്കൃത എണ്ണവിലയിൽ ഓരോ ഡോളർ വർദ്ധിക്കുമ്പോഴും ഇന്ത്യക്ക് വർഷം തോറും 1.5 മുതൽ 2 ബില്യൺ ഡോളർ വരെ അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വളം, യന്ത്രസാമഗ്രികൾ എന്നിവയുടെ വിലയും ഉയരാൻ സാധ്യതയുണ്ട്. ഇതോടെ രാജ്യത്ത് പണപ്പെരുപ്പ് സമ്മർദ്ദം ശക്തമാകും. അതേസമയം രൂപയുടെ മൂല്യ തകർച്ച കയറ്റുമതി മേഖലയ്ക്ക് നേട്ടമാകും. പ്രത്യേകിച്ച് IT, ഫാർമസ്യൂട്ടിക്കൽ മേഖലകൾക്ക് ഇത് ആശ്വാസമാണ്. പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർന്ന നിലയിൽ തുടരേണ്ടി വരാനിടയുണ്ട്. വെന്തുരുകി മഹാനഗരം. മാർച്ച് ആദ്യവാരം പിന്നിടുമ്പോൾ തന്നെ മുംബൈയിൽ ചൂട് കുത്തനെ ഉയർന്നു. നഗരത്തിലെ താപനില പെട്ടെന്ന് 6 ഡിഗ്രി വരെ ഉയർന്നതായി റിപ്പോർട്ടുകൾ. മുംബൈ, താനെ, റായ്ഗഡ് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതായി മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മാർച്ച് ആരംഭത്തിൽ തന്നെ നഗരത്തിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർക്ക് പൊള്ളുന്ന ചൂട് നേരിടേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി താപനില പെട്ടെന്ന് 6 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. തലകറക്കം, അമിതമായ വിയർപ്പ്, ക്ഷീണം എന്നിവയോടെ നിരവധി പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ഡോക്ടർമാർ പറയുന്നു. കിഴക്കൻ കാറ്റും അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനങ്ങളുമാണ് അസാധാരണമായ കാലാവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്.
വരും ദിവസങ്ങളിൽ മുംബൈ, താനെ, റായ്ഗഡ്, പാൽഗർ, രത്നഗിരി ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് സമീപം എത്താനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ പുറത്തിറങ്ങുമ്പോൾ സൂര്യാഘാതത്തിന് സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ചൂട് കൂടിയതോടെ നഗരത്തിലെ ശീതളപാനീയങ്ങൾക്കും ജ്യൂസുകൾക്കും ആവശ്യക്കാരേറെയായി. ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറിനെ ഒരു നോക്ക് കാണാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആരാധകർ എത്താറുള്ളത്. മുംബൈയിലുണ്ടെങ്കിൽ ഞായറാഴ്ചകളിലെ ഈ പ്രത്യേക ദർശനം 4 പതിറ്റാണ്ടിലേറെയായി തുടരുന്നു. ഇക്കഴിഞ്ഞ ഹോളി ദിനത്തിലും ആരാധകരെ ആവേശത്തിലാക്കി ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ. മുംബൈയിലെ ജുഹുവിൽ ബോളിവുഡ് താരം അമിതാഭ് ബച്ചന്റെ വസതിക്ക് പുറത്ത് എല്ലാ ഞായറാഴ്ചയും നൂറുകണക്കിന് ആരാധകർ ഒത്തുകൂടാറുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുവരെ പലരും എത്താറുണ്ടായിരുന്നു. 40 വർഷത്തിലേറെയായി തുടരുന്ന ശീലം, ഒരു നടനും ആരാധകരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടയാളം. കഴിഞ്ഞ ദിവസം ഹോളി ദിനത്തിലാണ് ഏറ്റവും ഒടുവിൽ ബച്ചൻ ആരാധകരുമായി ഈ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ കാലം മാറുകയാണ്. അതുപോലെ ആരാധകരുടെ എണ്ണവും ശീലങ്ങളും. സന്തോഷത്തിന്റെ ആർപ്പുവിളികൾ ഇപ്പോൾ മൊബൈൽ ക്യാമറകളിലേക്ക് മാറിയതും അടുത്തിടെ അമിതാഭ് ബച്ചൻ തന്റെ ബ്ലോഗിൽ കുറിച്ചിരുന്നു. സമയം കടന്നുപോകുന്നു, ഒന്നും ശാശ്വതമല്ല. ജീവിതത്തിന്റെ അനിവാര്യ സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് സൂപ്പർതാരം പങ്കുവച്ചത്. ഒരു കൈവീശൽ, ഒരു പുഞ്ചിരി, 4 പതിറ്റാണ്ട് കാലത്തെ അനശ്വര ബന്ധത്തിന്റെ നിശബ്ദ സാക്ഷ്യം. വൈവിധ്യത്തിന്റെ വേദിയിൽ ഒരുമയുടെ മഹോത്സവം. മറാഠി മലയാളി എത്നിക് ഫെസ്റ്റിന് പരിസമാപ്തി. കേരളത്തിന്റെയും മഹാരാഷ്ട്രയുടെയും സാംസ്കാരിക വൈവിധ്യങ്ങളെ ഒരേ നൂലിൽ കൂർത്തിണക്കി 2017 മുതൽ തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ഫെസ്റ്റിന് മികച്ച പ്രതികരണം. മുംബൈയിൽ 3 ദിവസങ്ങളിലായി നടന്ന മറാഠി മലയാളി എത്നിക് ഫെസ്റ്റ് കലയും സംസ്കാരവും കൈകോർക്കുന്ന വേദിയായി മാറി. മുംബൈ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രവീന്ദ്ര കുൽക്കർണി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഷകളും സംസ്കാരങ്ങളും ഒന്നിക്കുന്ന ഇത്തരം വേദികൾ മുംബൈയുടെ സാമൂഹിക ഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഡോക്ടർ കുൽക്കർണി പറഞ്ഞു. This culture needs to be transferred to the next generation, the Gen Z, because what we understand that our generation may understand very well the importance of the classical song, Maje Maher Pandari, but then that needs to be really communicated well and transferred well to the next generation. ഇതൊരു ആഘോഷം മാത്രമല്ലെന്നും ദേശീയ ഒരുമയെ ശക്തിപ്പെടുത്തുന്ന നിയോഗമാണെന്നും ഫെസ്റ്റിവൽ ഡയറക്ടറും അമ്മ പ്രസിഡന്റുമായ ജോജോ തോമസ് പറഞ്ഞു. I know Maharashtra little bit culture. That's why I want to do it in Marathi, Malayali ethnic program. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ മോഹിനിയാട്ടം, ഭരതനാട്യം, തിരുവാതിരകളി, ഒപ്പന എന്നിവയും മഹാരാഷ്ട്രയുടെ ലാവണി, കോളി ഡാൻസ്, മംഗളഗൗരി, ഗോന്തൽ തുടങ്ങിയ നൃത്തരൂപങ്ങളും വേദിയിൽ നിറഞ്ഞു നിന്നു. സ്കൂൾ തല മത്സരങ്ങളിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവി സമ്മേളനം സാഹിത്യപ്രേമികളുടെ ശ്രദ്ധ നേടി. മുംബൈയുടെ വൈവിധ്യത്തെയും ദേശീയ ഐക്യത്തെയും ആകർഷിച്ചുകൊണ്ട് മറാഠി മലയാളി എത്നിക് ഫെസ്റ്റ് 7ാം സീസണ് പരിസമാപ്തിയായി. മുംബൈയിലെ വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണം ശ്വാസകോശ ക്യാൻസർ കേസുകൾക്ക് പ്രധാന കാരണമാകുന്നതായി മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിനിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. മുംബൈ നഗരത്തിലെ മലിനീകരണം ഇനി പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പിന്റെ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിനിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. രോഗനിർണയിക്കപ്പെട്ട ശ്വാസകോശ ക്യാൻസർ കേസുകളിൽ 57% വരെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളിൽ സ്തനാർബുദ കേസുകളും വർദ്ധിക്കുന്നു. ക്യാൻസർ കേസുകളുടെ കുതിച്ചുചാട്ടം ആശങ്ക ഉയർത്തുമ്പോൾ ആരോഗ്യ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് ക്യാൻസർ പരിശോധനയും ചികിത്സയും ശക്തിപ്പെടുത്താൻ താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ത്രിതല ആരോഗ്യ സംരക്ഷണ
സംവിധാനം പ്രഖ്യാപിച്ചു. ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയുടെ മാതൃകയിൽ 100 ആശുപത്രികൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ഇപ്പോൾ 8 ജില്ലകളിൽ മാത്രം റേഡിയോ തെറാപ്പി സേവനം ലഭ്യമാണ്. 26 സ്ഥലങ്ങളിൽ കൂടി സൗകര്യം ആരംഭിക്കാൻ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു. വായുമലിനീകരണം ഭീഷണി ഉയർത്തുന്നതായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോൾ നഗരവാസികൾക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം ശുദ്ധവായുവിന് എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നാണ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറുടെ മകൻ അർജുൻ തെണ്ടുൽക്കർ വിവാഹിതനായി. മുംബൈയിലെ സ്വകാര്യ ചടങ്ങിൽ സാനിയ ചന്ദോക്കറാണ് അർജുന്റെ ജീവിത പങ്കാളിയായത്. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും നവദമ്പതികൾക്ക് ആശംസകൾ നേടാനെത്തി. സൗത്ത് മുംബൈയിൽ നടന്ന ലളിതമായ സ്വകാര്യ ചടങ്ങിലാണ് അർജുൻ തെണ്ടുൽക്കറും സാനിയ ചന്ദോക്കും വിവാഹിതരായത്. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും അടങ്ങിയ പരിമിതമായ അതിഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-നാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ബിരുദം നേടിയ സാനിയ ചന്ദോക് മുംബൈയിലെ ഹോസ്പിറ്റാലിറ്റി, ഭക്ഷ്യ വ്യവസായ രംഗങ്ങളിൽ പതിറ്റാണ്ടുകളായി ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഘായ് കുടുംബാംഗമാണ്. അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, ധോണി, മുകേഷ് അംബാനി തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രശസ്തരും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ക്രിക്കറ്റ് ലോകത്തും ആരാധകർക്കിടയിലും ശ്രദ്ധേയനായ അർജുൻ തെണ്ടുൽക്കറുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലും വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം மகாராஷ்டிரால ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും. என்னைக்குலேருந்து இந்த பொங்கல் ஸ்டார்ட் பண்ணணும், அன்னைக்குலேருந்து எல்லாம் க்ரோத் ஆகினே இருக்குது, பாசிட்டிவ் லைஃப்பில் இருக்குது. அதுக்காக தான் நான் ஹர் എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഓരോ കല്ലിലും സ്വപ്നത്തിന്റെ സ്പന്ദനം, രൂപരേഖയിൽ വിശ്വാസത്തിന്റെ മിനുക്ക്. കാലം കടന്നാലും മങ്ങാത്ത ചാരുത, മനസ്സിൽ പതിയുന്ന വിശ്വാസം. Asia Builders, building beyond blue. I said 23 over 9.